ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കാലത്ത് മുതൽ നമുക്ക് കുറേ പരിപാടികളുള്ളായിരുന്നു, ഫോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ വ്ളോഗ് തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ഇന്ന് കുറേ പരിപാടികളുണ്ട്. നമ്മളിതാ ഇവിടെ ഇന്നിപ്പോൾ ബുർജുൽ അറബിലുണ്ട്, പിന്നെ ജബൽ അലിയിലും. ഒരു സന്തോഷമല്ല നമുക്ക് വെടിവെക്കാൻ പോകാൻ സന്തോഷമല്ല, പേടി. ഞാൻ ആദ്യമായിട്ട് വെടിവെക്കാൻ പോണു. എന്താ ഞാനിഞ്ഞ് എടുക്കാൻ പോയി. ഞാൻ പുതിയ ഫോൺ എടുത്തിട്ട് വേണം എന്റെ കൊറേ പൊട്ടത്തിലങ്ങൾ ഇടാൻ. ഞാനിഞ്ഞ് വേറെ ഫോൺ എടുത്തിട്ട് വേണം എന്റെ കൊറേ വീഡിയോസ്, പച്ചയായ വീഡിയോസ് ഇടാൻ. ഇവന്റെ പൊട്ടത്തരങ്ങളൊന്നും ഇവൻ ഈ വ്ളോഗിൽ ഇട്ടില്ല. ഓന്റെ വ്ളോഗിൽ എന്തായാലും എപ്പോഴും ഓന്റെ തല അവൻ ഭയങ്കര സംഭവം മാത്രമേ ഇടുള്ളൂ. അത് ഞാൻ അതല്ല, ഈ പൊട്ടത്തരങ്ങൾ ഞാൻ പറഞ്ഞ ഇടാത്തല്ലേ. വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഇവൻ റിയൽ ആയിട്ട് പൊട്ടത്തരം പറയണതായിട്ട് ഞാൻ വ്ളോഗ് എടുക്കുന്ന കാണിച്ചു തരാം. പക്ഷെ ബ്രൂട്ടീഷൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോൾ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. എനിക്ക് എന്നോട് പറയാനുള്ളത് മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുമ്പോ പിന്നാലെ നടന്നിട്ട് ദല്ലേ 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 എന്ന് പറയണ്ട. ഞാൻ എന്റെ വഴിക്ക് വിട്ടേക്ക്, നീ എന്റെ വഴിക്ക് നോക്കൂന്ന്. ഒരു വഴിയില്ലാത്ത നിങ്ങൾ വെറുതെ ഒരു വഴിയില്ലാത്ത ഗൈസ്. അപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ റഫിയുടെ ക്ലാസ്മേറ്റ് ആണ്. അവർ 24 വർഷത്തിന് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടുന്നത്. അയാൾ ഇവനെ കണ്ടു ചിരിക്കായിരുന്നു. നീ ഇപ്പോഴും ഡൈ ചെയ്ത് നടക്കാനാണ് അന്ന് അറിയുന്ന വെച്ചിട്ട്. കൂടെ പഠിച്ചതാന്നും കൂടി പറയും. അത് വേണ്ട. പക്ഷെ നീ ബികോം ഡ്രോപ്പ് ഔട്ട് അല്ലേ? MBA ഡ്രോപ്പ് ഔട്ട്. പറയണത് പിടിച്ചേ. ഞാൻ കാണിച്ചു തരൂ. അന്റെ കാണിച്ചു കൊടുക്കാം. ഇത് എന്റെ കാണാനില്ലടത്. ഈ നമ്പറൊക്കെ അല്ല, ഫോണിലുണ്ട്. ഞാൻ നിനക്ക് അയച്ചെന്നുണ്ട്, അത് സേവ് ചെയ്ത് വെച്ചട്ടാ. ഒറിജിനൽ കാണാനില്ല. ഒറിജിനൽ കാണാനില്ല. അങ്ങനെ ഒരു കോളേജ് ഇനി ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല. ആദ്യത്തെ എഞ്ചിനീയറിംഗ്, രണ്ടാമത്തെ എല്ലാ എഞ്ചിനീയറിംഗിന്റെ കോളേജ് ഇപ്പൊ ഉണ്ടോ അവിടെ? മറ്റേ ബിൽഡിംഗ് കത്തിച്ചിട്ട് എന്താ പറയാ? അല്ല, നീ ഏത് ബിൽഡിംഗ് കത്തിക്കാനാ പോയത്? അവിടെ കത്തുണ്ടാ എന്താ ബിൽഡിംഗ്? നീ തീ എടുത്തത് ഇതെന്താ മൈക്ക? എന്താ പറയണേ? എന്താ പറയാ? ഞാൻ പറയാം. നീയാണോ തീ കൊടുത്തത്? അതെ അതെ, പടക്കത്തിന് തീ കൊടുത്തത് ഞാനാണ്. എന്തായാലും പറയണ്ട, കഴിഞ്ഞില്ലേ? ഞങ്ങൾക്ക് അഭിനയം ഉണ്ട് ധനചേട്ടന്റെ. അഭിനയം, പുതിയൊരു അഭിനയം. ചേട്ടാ അഭിനയിച്ച് തകർക്കും. വായോ. അപ്പൊ ഒന്നും പറയാനില്ല ഗൈസ്, ഞങ്ങളെ ചെക്കനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ അടിക്കുക. അത് പറയാൻ കിട്ടുന്നില്ല. എവിടെ പോണ്? നമ്മള് സലൂണിലേക്ക് വെറുതെ മുടി നമ്മളിന്ന് എന്താ പറയാ, ഈ സംഭവം തുടങ്ങിയതിനു ശേഷം നമുക്ക് വെറുതെ ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പോകാൻ പോകുന്നത് സലൂണിലേക്കാണ്. അവരവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അവരെ നമുക്ക് കാണണ്ട. നമുക്ക് നേരെ പോയി നമ്മുടെ പരിപാടി ചെയ്യാം. കാരണം 4 മണിക്കും 6 മണിക്കും ഒക്കെ പരിപാടികളുണ്ട്. സ്റ്റേ ട്യൂൺ. എന്താണ്? രണ്ടെണ്ണം 3
വിശേഷം? സുഖം അൽഹംദുലില്ലാ. ജുമാ മുബാറക്. എന്താണ് മുഖത്തൊരു ബർക്കത്ത്? ബർക്കത്ത് വെള്ളിയാഴ്ച അല്ലടാ. മാഷാ അല്ലാഹ്. ഇടിയൊക്കെ വെട്ടിണ്ടല്ലേ? ഈ ആപ്പിളൈണ്ടല്ലേ? പൂക്കിയാണ് നമ്മളെ കറാമല. അത് ഇബ്രോ റഫി എടുത്തു. റഫി അവിടെ ബാഗ് പിടിച്ചിട്ടുണ്ട്. ഇതേ ഫോൺ എടുത്ത് എന്താണ് അതിന്റെ വിശേഷങ്ങൾ? ഇതില് സൈഡിൽ ഇതുണ്ടാ കണ്ടാ, ഇതുണ്ട് ഇങ്ങനെയൊക്കെ. അതെന്താ ചോദിക്കരുത് പറഞ്ഞു. ഗൈസ്, അപ്പോൾ ഷെയ്ഖ് സായിദ് റോട്ടിൽ കൂടെ വെറുതെ പോകുമ്പോഴായാലും ഫോണിൽ എന്തായാലും നമ്മൾ വീഡിയോ എടുത്ത് വെക്കിട്ടു. ഈ പാലം അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഈ വ്യൂ നീ വ്ളോഗിലായിട്ട് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച്. എന്താണ് സായിദ് ഇതിൽ കൂടെ കയറുമ്പോൾ പറയാനുള്ളത്? ഇത് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതിലിങ്ങനെ ഒരു വട്ടം പോയാൽ മതി ഇങ്ങനെ ഷെയ്ഖ് സായിദ് റോട്ടിൽ. ഭയങ്കര സന്തോഷം. ഫാസിൽക്ക് ഇതിലെ നമ്മളെ കൊണ്ടുപോവാ. തിരിച്ചു വരുമ്പോ നല്ല ചെറിയൊക്കെ വിളിച്ചിട്ട് വരാം. പണിയെടുക്കടാ. നമ്മൾ ഈ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാന്ന് വിചാരിക്കണം. വെറുതെ ഇരിക്കാൻ നമുക്ക് സമയം കിട്ടാത്ത പോലെ ആക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ വെറുതെ അവിടെ ഇരിക്കുന്നു. വർക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമുക്ക് ദുബായിലുള്ള എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്കും കാണിച്ചു തരണം. നമുക്ക് വീണ്ടും ആക്റ്റീവ് ആവണം എന്നുള്ള സംഭവത്തിലാണ്. പണ്ട് എല്ലാ സ്ഥലത്തേക്കും പോയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അന്നൊന്നും യൂട്യൂബ് എടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ അജ്മൽ മെസ്സേജ് അയച്ചിട്ട് അവനൊരു കൊളാബറേഷൻ കിട്ടി. എന്താണ് കൊളാബറേഷൻ കിട്ടിയത് ഒന്ന് പറഞ്ഞു കൊടുത്തത്? കൊളാബ് എന്ന് പറയുന്നത് ആക്ഷൻ പാർക്ക് DXP എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ പെയിന്റ് ബോൾ അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. എന്താ എനിക്ക് പറയുള്ളത് പെയിന്റ് ബോൾ പറ്റി? പോയോക്കാ അങ്ങനെ വെടിവെച്ചുവിടാൻ എന്നെ ആർക്കും തൊടാൻ പറ്റില്ല. അപ്പൊ ഞാൻ യെസ്, നമ്മളിപ്പോൾ ഇതിൽ 4 ആളുണ്ട്. 8 പേർക്കാണ് നമുക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ബാക്കിലത്തെ വണ്ടിയിൽ ധനിലും റഫിയും മജു ബ്ലാക്കും ഇർഫാനും വൈബ് തിങ്കും ഇർഫാൻ്റെ വീഡിയോഗ്രാഫറും വരുന്നുണ്ട്. വൈബ് തിങ്ങിനും ഇർഫാൻ്റെ വീഡിയോഗ്രാഫറിനും വീഡിയോ എടുക്കാൻ പറയാല്ലേ, നമുക്ക് കളിക്കാം. വേറെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്സ് ത്രോയിങ്, ഇൻഡോർ ആയിട്ട് നമുക്ക് ദേഷ്യം വന്ന് TV തല്ലി പൊളിക്കണില്ലേ? ടിവിയിലൊക്കെ തല്ലി പൊട്ടിക്കുന്നുണ്ട്. അത് 8 പേർക്ക് പറ്റും. എങ്ങനെ വെച്ചാല് നമ്മൾ 8 പേരും ഒരു ടീമായിരിക്കും. എതിര് വേറെ ടീം ഉണ്ടാവും. അതെ, അവരായിട്ടാണ് യുദ്ധം. അല്ല ഇപ്പൊ നമ്മള് നേരം വൈകി കാരണം ആ 8 പേര് നമ്മളെ കാത്തിക്കുണ്ടാവും. പെയിന്റ് ബോൾ 8 മണി to 9 മണിയാണ്. അതെ, ആദ്യം നമ്മുടെ ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നിനക്ക് എന്ത് തോന്നുന്നു? നിനക്കൊരു കൊളാബറേഷൻ കിട്ടിയിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് തോന്നുന്നു. അതല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു കൊളാബറേഷൻ കിട്ടുന്നു? അല്ല, വെടിവെക്കും. ഇന്നത് കിട്ടിയതിനു ശേഷം നീ എന്നും ഇനി ഇതേപോലെ ഓരോന്ന് പിടിച്ച് നമ്മളെ കൊണ്ടുപോകണം. ഓക്കെ, വാട്ടർ തീം പാർക്ക്. നമ്മളിനി ചെറിയ ചെറിയ ആക്ടിവിറ്റി എല്ലാം പിടിച്ച് പൊളിച്ച് സന്തോഷവും സമാധാനമായി ജീവിക്കാൻ പോവാ. ഈ വ്ളോഗിന്റെ ക്യാമറ ഉള്ളതുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ നമുക്കിനിപ്പോൾ ഇത് ഫുൾ ടൈം ഇങ്ങനെ വ്ളോഗ് എടുക്കണമായിരുന്നേ നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കണം. എപ്പോഴും പോസിറ്റീവും പ്ലസന്റും ആയിരിക്കണം. കാരണം വേറെ ഒന്നും ചിന്തിക്കാൻ സമയം കിട്ടില്ല. ഓരോ ദിവസം ഓരോ കണ്ടന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നുന്നു. എന്താണ് സാധ്യത പറയാനുള്ളത്? എപ്പോഴും ഡീസന്റ് ഇതായിരിക്കും. എപ്പോഴത്തെ ക്യാമറ ഓണാവുന്ന എനിക്ക് പഴയ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാണ്ടല്ലോ, എനിക്ക് മുമ്പത്തെ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഉമ്മണ് ചെറവറാന്ന് സംസാരിക്കും. ഇതിപ്പോ ക്യാമറ ഓൺ ആണെന്നുണ്ട്. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് കാണും സായിദിന്റെ ഉമ്മച്ചി. ഉമ്മച്ചി കണ്ട കോമഡി ഉണ്ട്. ഉമ്മച്ചി വീഡിയോ ഉണ്ട്. ഞാൻ വിചാരിച്ചു മോനെ അടിപൊളി, മോനെ കണ്ടെന്നുള്ള പറയാനായിരിക്കും. മോനെ ആ പാത്രം അടിപൊളി കേട്ടോ. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയില് ഒരു മറ്റേ വീട്ടിലത്തെ പാത്രങ്ങളൊക്കെ ഉള്ള സാധനം കാണിച്ചപ്പോ ആ ഭാഗം മാത്രം കണ്ടിട്ട് ഉമ്മ മുന്നേ വിളിച്ചു പറയേക്കാന്ന്. മോനെ ആ പാത്രങ്ങളൊക്കെ അടിപൊളിയാട്ടോ, അത് നോക്കിയിരുന്നു. അല്ലാണ്ട് ഞാൻ അടിപൊളിയല്ല. കാർഗോൽ ഇട്ടാ മതി മോനെ. നമ്മളിപ്പോ എങ്ങനെ പോണ്? നമ്മളിന്ന് അജു എല്ലാവർക്കും കൂടി ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് അജു? അജ്മൽ ഖാൻ, എൻ്റെ ദോസ്ത്, നിന്റെ എൻജിനീയറിംഗ് മേറ്റ്, പിന്നെ എന്തൊക്കെയാണ് പറയണ്ടേ? ബാല്യകാല സുഹൃത്ത്, എൻജിനീയറിംഗ് മേറ്റ്. അത് ഇതൊക്കെ പതിയുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. റൂംമേറ്റ് കൂടെ ബ്ലാക്കി ആണ്ടാ ബിയർ അടിച്ചോണ്ടിരിക്കണം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം സംസാരിച്ചോണ്ട് നമ്മള് വൃത്തിയിലൊരു കാര്യം സംസാരിച്ചുകൊണ്ട് പോവാണ്. ഞാനും ഞാനും ടോപ്പിക് കറക്റ്റ് ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വരുമ്പോ അത് വൈബും പറഞ്ഞിരുന്നു. ആ നേരത്തെ നീ അവിടെ ഫോണിൽ നിന്ന് കണ്ട് ഉണ്ടാസ് ഉണ്ടാക്കേണ്ടത് ശരിയാണ്? ആണോ? ഇജ്ജ് വലിയ ഗുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടാവും. നമുക്ക് ഇജ്ജൊരു ഗുണ്ടയല്ല. അതെ, ഓക്കെ. നിനക്കൊരു വിചാരമുണ്ട്, നീ കരാമ നീയാ ഭരിക്കണെന്ന്. സത്യം. അതെന്റെ തോന്നല് മാത്രം.
കരാമേലെ ഗുണ്ട എത്ര ഗുണ്ട അല്ല അതല്ലേ നമ്മളെല്ലാരും 4 വട്ടം ഗുണ്ട ഗുണ്ട പറഞ്ഞ് അവസാനം പോലീസുകാർ വന്ന് പോലീസുകാർ നീ ഗുണ്ടയാണോ? ഞങ്ങളവനെ കളിയാക്കി വിളിക്കുന്ന ഒരു കുറ്റപ്പേര് മാത്രമല്ലോട്ടാ. ശരിക്കും അവൻ ഗുണ്ടയല്ലേ? ഒരു കത്തിയ പേപ്പറോ പോലീസ് കണ്ടാലും പേടിച്ചു. അതെ, പനി വന്നാ ഓടിപ്പോ പനി വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് താന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആളതാ. നെഞ്ചുവേദനയുടെ ആംബുലൻസ് ഒക്കെ ഹോസ്പിറ്റലിൽ എന്നിട്ട് ഡോക്ടർ വന്ന് പറയണ ഗ്യാസിന്റെ ഒന്നും ഓക്കെ ചെയ്യാൻ പറഞ്ഞു. ഗ്യാസ് ഉള്ളവരോടൊക്കെ സാധാരണ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഞങ്ങളിഞ്ഞി അത് ബ്ലോഗിൽ പറഞ്ഞ് ഒരു വൃത്തികേട് പറഞ്ഞ വൃത്തിയാണല്ലോ. അതായത് ലാൻഡ് ക്രൂസറിൽ എണ്ണ അടിച്ചാല് 50 റംസിന് അടിച്ചു കഴിഞ്ഞാൽ എത്ര പറഞ്ഞേ? 20 ലിറ്റർ കിട്ടുകയാണെങ്കിൽ 7 വെച്ച് നോക്കുകയാണെങ്കിൽ 140 കിലോമീറ്റർ 140 കിലോമീറ്റർ. അപ്പൊ ഒരാള് പറഞ്ഞ 5 ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇറങ്ങി നടക്കണതാണ് ലാഭം. ലോജിക്ക് എന്താണ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? വന്നിച്ച് ഗുണ്ടാന്ന് മാറിയിട്ട് ഒരു ഉണ്ടായി തുടങ്ങി കേട്ടോ. അല്ല എന്താ ഇറക്കി ഡോറ് തുറന്നു കൊടുക്കുന്നാല്? അല്ല അതല്ല, ആ ലോജിക്ക് എന്താന്ന് മനസ്സിലാവും. ലോജിക്ക് പറഞ്ഞിട്ട് പോയാലും 140 കിലോമീറ്റർ കിട്ടണത് നടന്നു പോകണമെന്ന് നടന്നൂടെന്ന് ഇവിടെ അടുത്തല്ലടാ. അല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ ബൈക്കും കൊണ്ട് കോയമ്പത്തൂർ പോയത്. അരമണിക്കൂർ ഒരു മണിക്കൂർ അത് നീയല്ലേ പിടിച്ചത്? ആ കൂട്ടുകാരൻ വേറെ കുട്ടികളെ തന്ത വേറെന്ന് തോന്നില്ല. അതിന് കറക്റ്റ് തന്ത വേറെ. ഇർഫാനെ കാത്തുള്ള ഈ വൈകുന്നേരത്തുള്ള ഈ കാത്തിരിപ്പിനെ കുറിച്ച് ധനുഷിറാമിന് എന്താ പറയാ? കാത്തിരിപ്പിനെ കുറിച്ച് ജിബ്രാൻ പറഞ്ഞിട്ടുള്ളത് പറയാം. കാത്തിരിപ്പിനെ കുറിച്ച് ജിബ്രാൻ പറഞ്ഞു. മെട്രോ പോണം. മെട്രോ പോണെന്നല്ലേ പോയില്ല നമ്മള്. നമ്മള് പരിപാടിക്ക് പോകാന്നിട്ട് ഈ അഭിനയം സിനിമയിൽ എടുത്തിട്ടില്ലല്ലോ. ഇത്ര അഭിനയം സിനിമയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ തനിക്കൊരു ഓസ്കാർ ഉറപ്പായിരുന്നു. അല്ല ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പണിയല്ലേ. ഇവന്റെ ഏട്ടുണ്ട്, അവനാണെങ്കിൽ 3 ദിവസം വരെയൊക്കെ തരും പണി പോസ്റ്റ്. ഇപ്പൊ ഇവന്റെ അനിയനായിട്ട് ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ഒരു കുടുംബമായിട്ട് അതാ വെല്ലി. ആ വെല്ലി അത്ര നല്ല വെല്ലിയിലൊന്നും അവൻ കയറും. അതെ, അപ്പൊ പാരമ്പര്യമായിട്ട് ഉള്ളതാണോ എന്താണെന്ന് അറിയില്ല. ഇതിപ്പോ ശീലായി, അത്രേ ഉള്ളൂ. ഇർഫാൻ വരുമോ? വരേണ്ടതാണ്. ഇർഫാൻ വരുമോ? 2 മൈന ഇല്ലയോ? ഇർഫാൻ വരും. 2 മൈന കണ്ട് ഇർഫാൻ വരും. സംഭവം ഗുണ്ട ബ്ലാക്കി ആണെങ്കിലേ ബ്ലാക്കിക്ക് മൈനനെ കല്ലപ്പ് ബഹുമാനം. ഒറ്റ മൈന കണ്ടിട്ട് തല്ലാൻ പോയി ഇടിയിട്ട് ചെയ്യണോ? തൊട്ടാവടിനിട്ട് ടീച്ചർ ഇതാവും. ഒരു പോസ്റ്റാക്കിയ ഇർഫാനാണ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഇർഫാൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഇർഫാൻ വരുമോ എന്ന് ചോദിച്ച സുഹൃത്ത് ഇർഫാൻ സെയിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന 1,40,000 ഈ വണ്ടിക്ക് പ്രൈസ്. 1,40,000 മോഡൽ കല്ലിയാണ് ഇർഫാൻ. ഈ 14 അത് വണ്ടിയിൽ നിന്ന് വരച്ചിങ്ങോട്ട് കയറല്ലേ ഇപ്പോൾ പോകേണ്ട സ്ഥലം തീരുമാനമാവും. ധനലേട്ടാ എന്നോട് ആരാ വരാൻ പറഞ്ഞു? ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവന്റെ ഏട്ടൻ പോസ്റ്റ് കണ്ടുപിടിച്ചോ? അതിന്റെ അനിയൻ പോസ്റ്റിന്റെ അപ്പനായേക്കണ്. അല്ല നോക്കിയാ ഇത്ര പേരിയ്ക്കുമ്പോ ഒരാള് ഫ്രണ്ടിക്ക് ഇരുന്ന് കഴിഞ്ഞാല് കറക്റ്റ് സ്ഥലമില്ല. അതിന് നിങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ല, ഇപ്പൊ ധനലേട്ടൻ സ്ലിമ്മാ. ധനലേട്ടൻ ബാക്കി സത്യം മാത്രം ഈ 3 പേര് അത് ധനലേട്ടൻ മറ്റേ ഡയറ്റ് ഒക്കെ എടുത്ത് കണ്ട് തടി കുറച്ചത് ഇപ്പൊ പുറകെ പോയിരിക്കാനാ. അതന്നെ. അല്ല ഞാൻ ശരിക്കും തടിയില്ലല്ലോ. അതെന്റെ കുറ്റല്ല. ഞാൻ ഇങ്ങനൊരു കാര്യം പറയട്ടെ.
ഇവര് വരുന്ന കാര്യം നമ്മൾ അറിയില്ലല്ലോ. ഇല്ല, അതല്ല ഞാൻ ഫ്രണ്ടിലിരുന്ന് പറഞ്ഞില്ലേ എന്തിന് ഞങ്ങൾ ഇവിടെ തിരിച്ചു വരുമ്പോൾ എന്നെ നോക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്ന് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്. തന്നെ അന്റെ വീഡിയോ ഞങ്ങൾക്ക് കാട്ടിത്തരണ്ട, ഈ മാറ്റിയേ. എടാ ഇത് എന്താ ചെയ്യാ ഇങ്ങനെ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് വെടിവെക്കാൻ. വെടിവെക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ വെടിവെപ്പല്ല, ഷൂട്ടിംഗ്. എങ്ങനത്തെ വെടിയപ്പല്ലാന്ന് നീ എന്ത് കുട്ടികളെ തോക്കിട്ട് വെടിവെക്കാറുണ്ട്, അതല്ല ഇത് പബ്ജി പോലത്തെ കളി. പബ്ജി, അതാണ് നമ്മൾ പബ്ജി കളിക്കാൻ പോകുന്നത്. അല്ലാണ്ട് ഇങ്ങനെ വിചാരിക്കണ തലയിൽ വിചാരിക്കുന്ന സാധനമല്ല. ഒരു കാര്യം യോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് സ്പോർട്സ് വെയർ ഇടുന്നത്. സ്പോർട്സ് വെയർ ഒന്നും ഇല്ല. അപ്പോൾ ഒരു ടീഷർട്ട് എടുത്തിട്ടു, ഷൂ ബൂട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു. എവിടെയോ വണ്ടിയിലുള്ള ഭാഗ്യത്തിൻ്റെ ഒരു ഷൂ കിട്ടിയ കാരണം എനിക്ക് വിട്ടു, അവനും വിട്ടു. ആ വണ്ടിയിൽ വരുന്നവർക്ക് അറിയില്ല ഇങ്ങനെയാണ് എന്നുള്ളത്. ഇവനെ നോക്കിയാൽ നല്ല ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സിൽ ഇവനെ കാണാൻ ഇറങ്ങുമ്പോഴെങ്കിലും പറഞ്ഞല്ലോ. അല്ല ഇതേതാ മൂട് സൈഡില് ആ. അപ്പോൾ ഇതേതാ സ്ഥലം എന്ന് പറഞ്ഞുതരാം. സോ ഗൈസ്, ഇത് നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ദുബൈയിലുള്ള എല്ലാവർക്കും അറിയുണ്ടാവും. ഇതാണ് ലാസ്റ്റ് എക്സിറ്റ്. അബുദാബി പോകുന്ന വഴിക്ക് കണ്ടേ ഒരുപാട് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഇതിവിടെ കൊണ്ടുപോകാം. ഉണ്ടാക്കിയിട്ടില്ല. ഫുള്ളല്ലേ?